സുരേഷ് ഗോപി വീണ്ടും അഭിനയ രംഗത്തേക്ക്. സിനിമയിൽ അഭിനയിക്കാനുള്ള ഔദ്യോഗിക അനുമതി ലഭിച്ചവരാണ് വെള്ളിത്തിരയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും എത്തുന്നത്. നീണ്ട നാളുകളായി പ്രഖ്യാപിച്ചിരുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരികെ എത്തുന്നത്. അരുൺ സംവിധാനം ചെയ്ത ഗരുഡനാണ് സുരേഷ് ഗോപി അഭിനയിച്ച ലാസ്റ്റ് ചിത്രം. തനിക്ക് അഭിനയിക്കാൻ അനുമതി ലഭിക്കേണ്ടടുത്തുനിന്ന് അനുമതി ലഭിച്ചെന്നും സിനിമയിലേക്ക് തിരികെ വരികയാണെന്നും സുരേഷ് ഗോപി തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജൂലൈ 1 ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം ആരംഭിക്കും. നേരത്തെ സുരേഷ് ഗോപിയുടെ 250 ചിത്രമായിരുന്നു ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചിരുന്നത്. നവാഗതനായ മാത്യൂസ് തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും തന്റെ സിനിമ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രം 2020 പ്രഖ്യാപിച്ചത്. നേരത്തെ ചിത്രത്തിന്റെ കഥ കോപ്പിയുടെയാണെന്ന് ആരോപിച്ച് ചിത്രത്തിന് കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു. പൃഥ്വിരാജിന്റെ നായകനാക്കി ഒരുങ്ങിയ കടുവയുടെ തിരക്കഥ ഒരുക്കിയ സംവിധായകൻ ജിനു അബ്രഹാം നൽകിയ ഹർജിയിലായിരുന്നു നടപടി. സജിൻ ഗോപു എന്ന പേര് കേട്ടാൽ അതാരെന്ന് സംശയിക്കുന്ന സിനിമാ പ്രേമികളുണ്ടാവും. എന്നാൽ അമ്പാൻ എന്ന് കേട്ടാൽ ആളെ മനസ്സിലാകാത്തവരും ഉണ്ടാവില്ല. 2015 മുതൽ സിനിമാ രംഗത്ത് ഉണ്ടെങ്കിലും ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ് സജിലിന് വലിയ ബ്രേക്ക് നേടിക്കൊടുത്തത്. ഇപ്പോൾ ഇതൊരു ശ്രദ്ധേയമായ പ്രൊജക്ടിലൂടെ നായകനാവാൻ എത്തുകയാണ് അദ്ദേഹം. ആവേശം സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ശ്രീജിത്ത് ബാബു ആണ്. ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനശ്വര രാജനാണ് നായിക. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നു. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.